950 പേർ. 4 വർഷത്തിനിടെ 65 പാലക്കാട് പ്രദേശങ്ങളിൽ ഇതിൽ 15ഓളം പേരാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആശുപത്രിയിലെ ക്യാൻസർ വിഭാഗത്തിൽ കാരണമാകുന്നു. ഒട്ടുമിക്ക മരണങ്ങളുടെയും കാരണം ഏതാണെന്ന ചോദ്യത്തിന് ക്യാൻസറാണെന്ന് ഡോക്ടർമാർ മുദ്ര കുത്തുന്ന ഈ കാലത്ത് വിദേശികൾ പോലും വിശേഷിപ്പിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന കേരളമാണത്രേ ക്യാൻസർ രോഗബാധിതരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. കണക്കുകൾ. കഴിഞ്ഞ 10 മാസത്തിനിടെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയവരുടെ കണക്കുകൾ ഇനി പറയും വിധമാണ്. ആശുപത്രിയിൽ ഇൻപേഷ്യന്റ് വിഭാഗത്തിൽ ഈ കാലയളവിൽ പ്രവേശിപ്പിച്ചത് 6192 ക്യാൻസർ രോഗികളെയാണ്. OP വിഭാഗത്തിൽ ചികിത്സയ്ക്കായി എത്തിയത് 17,950 പേർ. പുതുതായി എത്തിയ രോഗികളുടെ എണ്ണം 1600. രോഗികളുടെ ആകെ എണ്ണം 25,742. ആശുപത്രിയിലെ ക്യാൻസർ വിഭാഗത്തിൽ 103 കിടക്കകൾ മാത്രമേ ഉള്ളൂ എന്നിരിക്കെ മുഴുവൻ രോഗികൾക്കും ചികിത്സ എത്തിക്കാൻ അധികാരികൾ പാടുപെടുകയാണ്. എത്ര കിട്ടിയാലും മതിവരാത്ത ജീവിതയാത്രയിൽ സമ്പാദിച്ച പണം മരണത്തോട് മല്ലടിക്കുന്ന ജീവനു വേണ്ടി തികയാതെ വരുമ്പോൾ, കടം പേറിയും കൈനീട്ടിയും ചികിത്സയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടിക്കൊണ്ട് പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാനാവാതെ നിസ്സഹായരാകുമ്പോൾ, അസഹനീയമായ ഈ ദുരിതം കൊണ്ട് പൊറുതിമുട്ടിയവർ പോലും മറ്റുള്ളവർക്ക് സംഭവിക്കരുതേ എന്ന് മനംനൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ പഞ്ചായത്ത് നിവാസികൾ ആവേശത്തോടെയും താൽപ്പര്യത്തോടെയും ഇതിനെ സ്വീകരിക്കുന്നു. കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന സമൃദ്ധമായ നെൽകൃഷി കൊണ്ട് അനുഗ്രഹീതമായിരുന്ന പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്ത്. അതിമനോഹരമായ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഷൊർണൂർ ജംഗ്ഷന്റെയും പട്ടാമ്പിയുടെയും ഇടയിലാണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ജനസംഖ്യ കൂടുതലുള്ള പഞ്ചായത്ത് എന്ന പ്രത്യേകതയും ഈ നാടിനുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾ കൂടുതലുള്ള പഞ്ചായത്ത് ഞങ്ങളുടേത് എന്ന ക്രെഡിറ്റും ഇവർക്ക് സ്വന്തം. നിയമവിരുദ്ധമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. പട്ടാമ്പിക്കടുത്തുള്ള ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ 70% പേരും ആക്രി കച്ചവടക്കാരാണ്. ഇതിൽ 15ഓളം പേരാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നത്. ഇലക്ട്രിക് വയറിൽ നിന്നും ചെമ്പ് വേർതിരിച്ചെടുക്കാനാണ് ജനവാസ കേന്ദ്രങ്ങളിൽ വെച്ച് പ്ലാസ്റ്റിക് കത്തിക്കുന്നത്. പ്ലാസ്റ്റിക് കത്തിക്കുന്നതിനെതിരെ പ്രതിഷേധമുയർന്നിട്ടും ഇത് നിർത്താൻ തയ്യാറാവുന്നില്ല. ക്യാൻസർ ഉൾപ്പെടെ മാരക രോഗങ്ങൾക്ക് പ്ലാസ്റ്റിക് കത്തിക്കുന്നത് കാരണമായെന്ന് നാട്ടുകാർ പറയുന്നു. 4 വർഷത്തിനിടെ 65 പേർക്കാണ് ഇവിടെ ക്യാൻസർ ബാധിച്ചത്. ഇതിൽ 30 പേർ മരിച്ചു. ഈ പ്രദേശത്ത് ഇപ്പോൾ നമ്മുടെ പട്ടാമ്പി പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ റിപ്പോർട്ട് പ്രകാരം ഏതാണ്ട് 65ഓളം ആളുകൾക്ക് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്നാണ് കണക്ക്. ഈ 65 ആളുകളുടെ 30ഓളം ആളുകൾ മരിച്ചു. ഇപ്പോഴും ആളുകൾക്ക് നിരന്തരം ക്യാൻസർ വന്നുകൊണ്ടിരിക്കും. ഓങ്ങല്ലൂർ കാരക്കാട് പ്രദേശങ്ങളിൽ റോഡരികിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിക്കുന്നത്. റോഡിന്റെ പല ഭാഗത്തും ഇവ കത്തിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കാണാം. പ്രതിഷേധമുയർത്തിയ ചിലരെ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തിയതായി പരാതിയുണ്ട്. പ്രശ്നത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 4 വർഷത്തിനിടെ 65 പേർക്കാണ് ഇവിടെ ക്യാൻസർ പിടിപെട്ടത്. 2012 കണക്കനുസരിച്ച് 65 പേർക്കാണ് ഇവിടെ ക്യാൻസർ ബാധിച്ചതെങ്കിൽ ഇന്നത് കൂടിയിട്ടല്ലാതെ കുറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. ലോകജനത മുഴുവൻ പ്ലാസ്റ്റിക്കിനെതിരെ സംസാരിക്കുമ്പോൾ, നിർമ്മാർജ്ജനത്തിനു വേണ്ടി യത്നിക്കുമ്പോൾ, ഒരു കൂസലുമില്ലാതെ തൻ്റെ കുഞ്ഞുമക്കൾ ഓടി നടക്കുന്ന സ്വന്തം വീട്ടുമുറ്റത്തു തന്നെ ആർക്കും വേണ്ടാത്ത ഈ അപകടം കൊണ്ടുവന്ന് ശേഖരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങൾ, ജില്ലകൾ,
താലൂക്കുകൾ, ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന സിറിഞ്ചുകൾ, നീഡിൽ, ഗ്ലൂക്കോസ് ബോട്ടിലുകൾ മുതലായ ആശുപത്രി അവശിഷ്ടങ്ങളും മെർക്കുറി, ഫ്രിഡ്ജ്, TV മോണിറ്ററുകൾ തുടങ്ങിയ മറ്റു പലതരം അപകടകരമായ പ്ലാസ്റ്റിക് വേസ്റ്റുകളും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും ഏകദേശം 1000-ഓളം വരുന്ന വീടുകളുമുള്ള ഇവിടെ ദിവസേന ലോഡ് കണക്കിൽ കൊണ്ടുവന്ന് കൂട്ടുന്നു. പിന്നീട് ഇവ തരംതിരിച്ച് കച്ചവടം ചെയ്യുന്നതാണ് ഈ പഞ്ചായത്ത് നിവാസികളുടെ പ്രധാന തൊഴിൽ. ആക്രിക്കച്ചവടം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ താൽക്കാലിക ലാഭം കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇവർ സമ്പാദിക്കുന്നത് ക്യാൻസർ, അൽഷിമേഴ്സ്, കരൾ രോഗങ്ങൾ, പ്രത്യുൽപാദന ശേഷിയില്ലായ്മ തുടങ്ങിയ നാം ഭയക്കുന്ന ഒട്ടനവധി രോഗങ്ങളാണ്. ഇതെല്ലാം അവർ വേദിക്കുന്നുമുണ്ട്, തനിക്കും തൻ്റെ കുടുംബത്തിനും അയൽവാസിക്കും തൻ്റെ നാട്ടുകാർക്കും. ഈ നാളുകൾ വരെ തൻ്റെ നാടിനു വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന, വധഭീഷണി പോലും നേരിടേണ്ടി വന്ന, നാട്ടിൽ ജനിച്ചു വളർന്നതും നാടിൻ്റെ ആയുർവേദ ഡോക്ടറുമായ ശ്രീ യൂസഫ് കൊട്ടാരത്തിൽ. ഞാൻ ഡോക്ടർ യൂസഫ് കൊട്ടാരത്തിൽ, ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ഞാൻ ഈ നാട്ടുകാരനാണ്, കാരക്കാട് പ്രദേശത്തുകാരനാണ്. 2009 കാലഘട്ടത്തിൽ നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട കാരക്കാട് പ്രദേശത്ത്, ഏകദേശം ഓങ്ങല്ലൂർ പഞ്ചായത്തിലൊട്ടുക്കും ഈ ഇലക്ട്രിക് വയറ് കേടുവന്ന് അതിൻ്റെ അകത്തുള്ള കോപ്പർ ശേഖരിക്കാൻ വേണ്ടി വൻ തോതിൽ, അതായത് ഈ മാലിന്യം, പ്ലാസ്റ്റിക് വയറ്, മറ്റ് ഇവർക്ക് ഉപയോഗപ്പെടുത്താനും വിൽക്കാനും അതിൻ്റെ സംസ്കരണത്തിനും വേണ്ടി ലോഡ് കണക്കിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ ഭാഗമായി ഏകദേശം ഒരേ സമയത്ത് 2 വാർഡ് കേന്ദ്രീകരിച്ച് ഞങ്ങളുടെ അറിവിൽ ഒരു 30-ലധികം ക്യാൻസർ പേഷ്യൻ്റ് ഇവിടെ ഒരേ സമയത്ത് കാണുകയുണ്ട്. അതിനെതിരിൽ കർക്കശമായ നിലയിൽ ആദ്യം ബോധവൽക്കരണവും 2010 ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ ആ പ്രദേശത്ത് കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചൊരു ബഹുജന കൂട്ടായ്മ നടത്തുകയുണ്ടായി. അത് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏകദേശം 800-ഓളം വരുന്ന നാട്ടുകാർ, അതിൽ വളരെ പ്രഗത്ഭരും പ്രശസ്തരുമായ പല വ്യക്തികളും പങ്കെടുക്കുകയുണ്ടായി. മാലിന്യം കൊണ്ടുള്ള വിപത്ത് നാട്ടിനെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ച് വളരെ വസ്തുനിഷ്ഠമായ ഒരു ബോധവൽക്കരണവും അതോടനുബന്ധിച്ച് ഇതിനെ രാജ്യത്ത് നിന്ന് മൊത്തത്തിൽ തുടച്ചു നീക്കാനായി ആവശ്യമായ ഒരു പ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകാനും ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയുണ്ടായി. ഏകദേശം എൻ്റെ ഓർമ്മയിൽ കുറേയൊക്കെ നാട്ടിലെ പ്രദേശവാസികളും വിദ്യാസമ്പന്നരും അതുപോലെ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ താല്പര്യവുമുള്ള ഏറെക്കുറെ ഉത്കൃഷ്ടരായ ജനങ്ങൾ സഹകരിക്കുകയും അതിനേക്കാൾ അധികം ഈ ആക്രിക്കച്ചവടവുമായി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ പ്രോസസ്സ് നടത്തുന്ന ഏതാനും വ്യക്തികൾ എനിക്കെതിരിൽ വധഭീഷണി മുഴക്കുകയും അങ്ങനെ ഞങ്ങളുടെ പ്രസ്ഥാനം വളരെ ഗൗരവപൂർവം അതിനെ നിയമപരമായി നേരിടുകയും എനിക്ക് ആജീവനാന്തം പോലീസ് പ്രൊട്ടക്ഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തരികയും ഉണ്ടായി. തുടർന്നും ഈ സമയം വരെ വിവിധ ഘട്ടങ്ങളിലായി സംസ്ഥാന മാലിന്യ നിർമ്മാർജ്ജന ബോർഡ് ചെയർമാനുമായി ബന്ധപ്പെടുകയും അതിൻ്റെ സിറ്റിംഗ് പട്ടാമ്പിയിൽ നടക്കുമ്പോൾ ഞങ്ങൾ നേരിട്ട് അതിൽ ഹാജരായി ഞങ്ങളുടെ അഭ്യർത്ഥനകളും അപേക്ഷകളും അവിടെ കൊടുക്കുകയും അവർ കഴിയുന്നത്ര സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീട് അത് വേണ്ടത്ര ലഭിച്ചിട്ടില്ല. ഈ സംഭവവുമായി ഒരു സന്ധിയില്ലാ സമരം എന്ന നിലക്ക് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൽ വളരെ കൂടുതൽ ഇപ്പോൾ പല സംഭവങ്ങളെ നോട്ടീസ് അടിച്ചും ബോധവൽക്കരണങ്ങൾ വെച്ചും പല നിലക്കും ഈ സംഗതി രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാനായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ശ്രമം തുടരുകയാണ്. ഒരു കോടതി വിധി ഞങ്ങൾക്ക് അനുകൂലമായി ഈ നാട്ടിനെ സംരക്ഷിക്കാനായി നാട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഡോക്ടർ കൗശികൻ IAS അദ്ദേഹം സബ് കളക്ടറായിരിക്കുമ്പോൾ ഒരു വിധി പുറപ്പെടുവിക്കുകയുണ്ടത്. അതിൻ്റെ ഉള്ളടക്കം ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ ഒരിടത്തും അലക്ഷ്യമായി പ്ലാസ്റ്റിക് കത്തിക്കുകയോ നിക്ഷേപിക്കുകയോ
ചെയ്യാൻ പാടില്ല. അത് വളരെ കർശനമായി നിരോധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. സെക്ഷൻ 7 റീഡ് വിത്ത് 15 ഓഫ് എൻവോൺമെൻ്റൽ ആക്ട് 1986 പ്രകാരം അതിൽ ആ ആക്റ്റിൽ പറയുന്നുണ്ട്, ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയുണ്ടാക്കുന്ന ഏതൊരു മാലിന്യവും അത് അലക്ഷ്യമായി നിക്ഷേപിക്കുകയോ ലക്ഷ്യത്തോടു കൂടെ നിക്ഷേപിക്കുകയോ ഏതായിരുന്നാലും അതിന് 5 കൊല്ലം തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നുള്ള കാര്യം ഞങ്ങൾ വളരെ ഗൗരവത്തോടെ ജനങ്ങളെ അറിയിക്കുകയും ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അറിവിൽ 200 ചില്ലറ ക്യാൻസർ പേഷ്യൻ്റ് ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അവർ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരിൽ ഞങ്ങൾ വളരെ ഈ നാട്ടിലെ മൊത്തം ജനങ്ങളും, അതായത് ഈ കച്ചവടക്കാരും ഇതിൻ്റെ ഈ പ്രവൃത്തി ചെയ്യുന്നവരല്ലാത്ത എല്ലാ ജനങ്ങളും വളരെ ദുഃഖിതരാണ്. കേരളത്തിലെ പ്രശസ്തനായ ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ BP ഗംഗാധരൻ സാർ പറയുകയുണ്ടായി, പ്ലാസ്റ്റിക് കത്തിക്കുന്നവർ രാജ്യത്തോട് ചെയ്യുന്നത് ക്രൂരതയാണ്. അതായത് ഞങ്ങളുടെ അനുഭവത്തിൽ 1000-ഓളം അനധികൃത കച്ചവട സ്ഥാപനങ്ങളാണ് ഈ നാട്ടിലുള്ളത്. ബഹുഭൂരിഭാഗം യാതൊരു ലക്ഷ്യവുമില്ലാതെ മേൽക്കൂരക്ക് കീഴിലല്ലാതെ അലക്ഷ്യമായി ഈ പറഞ്ഞ സിറിഞ്ച്, നീഡിൽ, ഹോസ്പിറ്റലിലെ മറ്റ് ഗ്ലൂക്കോസ് ഉപയോഗിച്ച പ്ലാസ്റ്റിക് വസ്തുക്കൾ, മറ്റു മാരകമായ പല ഉപകരണങ്ങളും ഈ നാട്ടിൽ ശേഖരിച്ചു കൊണ്ടുവന്ന് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക്കിലും മറ്റ് മാരകമായ ഈ വസ്തുക്കളിലൊക്കെ വരുന്ന അവശിഷ്ടങ്ങൾ ഏകദേശം 100 കിലോ എങ്കിലും ഈ നാട്ടിൽ മൊത്തം പുഴകളിലും കുളങ്ങളിലും കിണറുകളിലും സ്റ്റുഡൻസുകളുടെ മേലും അവരുടെ ഡ്രസ്സിലും എല്ലാം പൊനഞ്ഞ് നശിച്ച് ഈ നാട് ആകെ മലിനപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാറ്റി അവിടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതേ കച്ചവടം മറ്റ് വ്യാപകമായ വിപത്തിലേക്ക് എത്തിപ്പെടാതെ അതിനവിടെ സംസ്കരിക്കാനും അതിൻ്റെ പ്രോസസ്സ് വളരെ വൃത്തിയായി ചെയ്ത് അത് റീസൈക്ലിങ്ങിന് കൊടുക്കാൻ ഈ നാട്ടിലെ അധികൃതരും ഈ കച്ചവടക്കാരും തയ്യാറായാൽ ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട ശ്രീ അച്യുതാനന്ദൻ സാർ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി സാർ ആയിരിക്കുമ്പോഴൊക്കെ തന്നെ എല്ലാ അധികാരികളുടെ അടുത്തും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ രേഖാമൂലം അവരെ സമീപിച്ചിട്ടുണ്ട്, അവർക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ സംഭവം കൊണ്ട് ഞങ്ങളുടെ അറിവിലും അനുഭവത്തിലും ശരിക്കും ഭോപ്പാൽ ദുരന്തത്തിനേക്കാളും അപ്പുറമുള്ള ഒരു ദുരന്തം ഇവിടെ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നാട്ടിലെ ഒരു പൗരപ്രമുഖൻ പറയുകയുണ്ടായി, ഏകദേശം 30-40% ക്യാൻസർ പേഷ്യൻസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനം ഈ ബഹുമാന്യരായ ഈ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തത് 2009 മുതൽക്കാണ് ഇവിടെ ഈ മാലിന്യത്തിനെതിരിലുള്ള ഈ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം അതിന് ഞങ്ങൾ നിയമപരമായി അധികാരികളെ സമീപിച്ചതിൻ്റെ രേഖകളും അവർ തന്ന മറുപടിയും അല്ലെങ്കിൽ അവർ തരാം എന്ന് പറഞ്ഞതിൻ്റെ രേഖകളും എല്ലാം കൂടിയാണ്. ജനനം മരണത്തിന് കാരണമാകുന്നത് പോലെ ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് ക്യാൻസറിന് കാരണമാകുന്നു എന്ന് വളരെ വസ്തുനിഷ്ഠമായി മേൽപ്പറഞ്ഞ ഗിഫു പ്രിഫെക്ടറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് എൻവോൺമെൻറ്റൽ സയൻസസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻവോൺമെൻറ്റൽ സ്റ്റഡീസ് മുതലായ ആധികാരിക രേഖകളും സംഘടനകളും നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അതുപോലെ ഈ നാട്ടിലെ വളരെ പ്രശസ്തരായ നാട്ടിൻ്റെ ഭാവി തലമുറ, ഭാവി സന്താനങ്ങൾ അല്ലെങ്കിൽ ഭാവി സ്വത്ത് എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള ഉത്ബുദ്ധരായ വളരെ സുമുഖരും കർമ്മോത്സുകരുമായ വളരെ പ്രധാനപ്പെട്ട സ്റ്റുഡൻസുകൾ 20, 18, 15, 25 അതിൻ്റെ താഴെയും ഒക്കെയുള്ള നിരവധി നമ്മുടെ ഭാവി തലമുറകൾ ഇവിടെ ഈ രോഗം വന്ന് നശിച്ചു പോയിരിക്കുന്നു, അവർ മരണപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ഇപ്പോഴും മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന RCCയിൽ കിടക്കുന്ന RCCയുടെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി രോഗികൾ ഇന്നും ഇവിടെ ധാരാളമുണ്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ അലക്ഷ്യമായ നിക്ഷേപവും പ്ലാസ്റ്റിക് കത്തിക്കുന്നതും അതിൻ്റെ പ്രോസസ്സും എല്ലാം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അത് അപകടത്തിലേക്ക് നമ്മെ എത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ബഹുമാന്യരായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ ഇവരെ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാറ്റി ജനങ്ങളെയും ഈ നാടിനെയും രക്ഷിക്കാൻ ഞങ്ങൾ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ വളരെ വിനയപൂർവ്വം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്.
ജയ് ഹിന്ദ്. (2005) മുതൽ 2016 വരെയുള്ള കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 500-ലധികം മനുഷ്യജീവനാണ് ക്യാൻസർ മൂലം ഈ ഓങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ മണ്ണിൽ ഉരുകിത്തീർന്നിട്ടുള്ളത്. എന്നിട്ടും പ്ലാസ്റ്റിക് കത്തികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ 200-ലധികം മനുഷ്യർ ഇന്നും ഇവിടെ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കാനും അവയുടെ ചുരുളഴിക്കാനും വേണ്ടി ഇറങ്ങിയപ്പോൾ നാട്ടുകാരനായ ശ്രീ ഹംസ അവർകൾക്കുണ്ടായ അനുഭവം. ഞാൻ ഹംസ, ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഒരു സാധാരണ പൗരൻ. മനുഷ്യന് വേണ്ടി എല്ലാ വിഭവങ്ങളും സൃഷ്ടിച്ചതിൻ്റെ ശേഷമാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. നമ്മുടെ സ്വന്തം നാടായ കേരളത്തിൻ്റെ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ നാടായ കാരക്കാട്, ഈ പ്രദേശത്തെ ഒരുവിധം വീടുകളൊക്കെ ഞാൻ കയറിയിറങ്ങാറുണ്ട്, രോഗികളെ സന്ദർശിക്കാറുണ്ട്. ഇതിൽ 40% ക്യാൻസർ രോഗികളാണ്. ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്. ഇവിടുത്തെ DMO വേണു സാറ് എന്നോട് പറയുകയുണ്ടായി, ഈ നാട്ടിലെ പരിസ്ഥിതി പ്രശ്നമാണ് ഇവിടുത്തെ രോഗകാരണം. ഏകദേശം 30-40% ഇവിടെ ക്യാൻസർ രോഗികളാണ്. അതുകൊണ്ട് നമ്മുടെ നാടിനെ രക്ഷിക്കാൻ, നമ്മൾ ഇവിടുത്തെ ശുദ്ധവായുവിനെ രക്ഷിക്കാൻ, ഇവിടുത്തെ ശുദ്ധജലത്തെ രക്ഷിക്കാൻ നമ്മൾ ഉണരേണ്ടതുണ്ട്. രോഗകാരണം മാലിന്യം തന്നെയാണ്. വയറുകൾ കത്തിക്കൽ, പ്ലാസ്റ്റിക് കത്തിക്കൽ, ഡയോക്സിൻ എന്ന ആ മാരക വിഷം നമ്മൾ ശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധിവരെ ഇവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സംഘടന ഇതിനൊരു ബോധവൽക്കരണ ക്ലാസ്സും ഇതിന് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ വീണ്ടും ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. രാത്രി 2-3 മണിക്കൊക്കെയാണ് ഇവിടുത്തെ വയറ് കത്തിക്കൽ ഇവിടെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത്. 30-40% രോഗികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കെ ഇത് ആരോഗ്യമുള്ള യുവാക്കളിലല്ല കൂടുതൽ കാണുന്നത്, പിഞ്ചു കുഞ്ഞുങ്ങളിലും വാർദ്ധക്യം വന്ന പുരുഷന്മാരിലും സ്ത്രീകളിലുമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധാപൂർവം നീങ്ങേണ്ടതാണ്. ഇത് ആരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല. നമ്മളെ ആരോഗ്യത്തെ സംരക്ഷിച്ച് വേണം നമ്മുടെ സമ്പാദ്യം നിലനിർത്താൻ. ഏറ്റവും വലിയ സമ്പാദ്യം ആരോഗ്യം തന്നെയാണ്, തീർച്ചയായിട്ടും. ഞാനിവിടുത്തെ PTA വൈസ് പ്രസിഡൻ്റാണ്. കുട്ടികളോട് ഒരുപാട് സംസാരിക്കാറും അവരോടൊത്ത് കളിക്കാനും ചിരിക്കാനൊക്കെ ഞാൻ ടൈം കണ്ടെത്താറുണ്ട്. ഇതിലൊക്കെ ഒരുപാട് ഈ ഡയോക്സിൻ എന്ന പുകയുടെ ആ ഒരു മാരകമായ വിഷത്തിൻ്റെ ഒരു അലർജി കുട്ടികളിലൊക്കെ ക്ലാസ്സുകളിൽ അവർ ഡെസ്കുമ്പിലും തലവെച്ച് കിടക്കുമ്പോൾ എന്താടാ അല്ലെങ്കിൽ എന്താ കുട്ടി ഇങ്ങനെ കിടക്കുന്നതെന്ന് വെച്ചാൽ തലവേദന എന്ന് പറയാറുണ്ട് ചില കുട്ടികളൊക്കെ. അപ്പോൾ ഞാൻ അവരോട് ഇതൊന്നും ഞാൻ പറയാറില്ല. എന്തായാലും പരിസ്ഥിതിയുടെ പ്രശ്നം നമ്മളിലുണ്ട്, എൻ്റെ വീട് എവിടെയെന്ന് വെച്ചാൽ ഇന്ന ഭാഗത്താണ് എന്നൊക്കെ അവർ പറയാറുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ഈ കത്തിക്കൽ വളരെ ഊർജിതമായിട്ട് നടക്കാറുണ്ട് എന്നാണ് ഒരു അന്വേഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ മക്കളാണ് നാളത്തെ ഭാവി, നമ്മുടെ മക്കളാണ് നാളത്തെ തലമുറ. അവരെ നമുക്ക് നല്ല ഒരു ഉന്നതിയിലേക്ക് എത്താൻ അവർക്ക് ആരോഗ്യം വേണം. ഇതിനു വേണ്ടിയാണ് ഹ്യൂമൻ റൈറ്റ്സ് ആയാലും മറ്റ് സംഘടന ആയാലും ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ആരുടെ മുന്നിൽ ഒരാളാവാനല്ല. ഈ ദുരന്ത അവസ്ഥ മനസ്സിലാക്കി അതിനുവേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി, ഈ കുട്ടികൾക്ക് വേണ്ടി, ഇവിടുത്തെ ഉമ്മമാർക്ക് വേണ്ടി, ഇവിടുത്തെ പെങ്ങന്മാർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് ഞങ്ങളാൽ ആവുന്ന വിധം ധനസഹായമായിട്ടും അല്ലാതെയും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഒരു തലമുറ ഇതിന് മുതിരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഹിന്ദ്. പ്ലാസ്റ്റിക് ഉപകരണങ്ങളും മറ്റും കത്തിക്കുമ്പോൾ പുറന്തള്ളുന്ന ഡയോക്സിൻ എന്ന മാരകമായ വിഷവാതകം
5 കിലോമീറ്റർ ചുറ്റളവ് വരെ വ്യാപിക്കുന്നു. ഇത് ശ്വസിക്കുന്നത് മൂലമുണ്ടാകുന്ന ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങൾ ഒട്ടേറെയാണെന്ന സത്യം ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏതൊരു ഡോക്ടറും സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ്. ഇത് തിരിച്ചറിയാൻ നാം കേരളത്തിൻ്റെ പുറത്തു നോക്കണമെന്നില്ല. നമ്മുടെ ഈ കൊച്ചു പ്രദേശത്ത് തന്നെ പ്ലാസ്റ്റിക് കത്തിക്കൽ പതിവാക്കിയിരുന്ന ഒരു വീട്ടിലെ ഗൃഹനാഥനും ആ വീട്ടിലെ തന്നെ മൂത്ത സന്തതിയും ക്യാൻസർ മൂലം മരണപ്പെടുകയുണ്ടായി. ഇതിലുമധികം എന്തനുഭവമാണ് നമുക്ക് വേണ്ടത്? ഏത് ബോധവൽക്കരണമാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്? ക്യാൻസർ ഒരു മാരക രോഗമാണെന്നറിഞ്ഞിട്ടും അതിൻ്റെ പ്രത്യാഘാതം ദിനം പ്രതി നാം കാണുമ്പോഴും നാം എന്തേ നിസ്സാരമായി തള്ളിക്കളയുന്നു? നമ്മളും മനുഷ്യരല്ലേ, നമുക്കും വന്നുകൂടെ? പണപ്പെരുപ്പത്തിൻ്റെ ലഹരിയിൽ നാളെയുടെ രാവുകൾ മാത്രം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന നമുക്കറിയില്ല ഇതിനിരയാകുന്നത് ഒന്നും അറിയാതെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളാണെന്ന്. ഏത് വേദനകളെയും മായ്ക്കാൻ കഴിയുന്ന ആ നിഷ്കളങ്കമായ ചിരികൾക്ക് മുന്നിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഒന്നാണോ ഈ മാരകമായ വേദന? അവർ ആരെയാണ് പഴിക്കേണ്ടത്? എന്തിനെയാണ് പഴിക്കേണ്ടത്?